ഇന്ന് ശരിക്കും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു ദിനമാണ്. ദേവികയുടെ 10-12 വർഷത്തെ ഹാർഡ് വർക്ക് മെറ്റീരിയലൈസ് ചെയ്യാൻ പോകുന്നു. ശരിക്കും പറഞ്ഞാൽ അത് ഞങ്ങൾക്കൊരു സന്തോഷവും അതുപോലെ എന്ത് ഫീലിംഗ് ആണെന്ന് തന്നെ പറയാൻ വലിയ പാട്. വി ആർ റിയലി ലുക്കിംഗ് ഫോർവേഡ്. ഷീസ് ഗോണ ഡു ആൻ ഓസം ജോബ്. മോളിൻ്റെ പ്രാക്ടീസ്, അവളുടെ പെർസീവറൻസ് എല്ലാം ഷീസ് ഡെഫിനറ്റ്ലി ഗോണ റോക്ക് ഓൺ ദ സ്റ്റേജ്. I am so proud of you and I really know you will rock it. Okay, Molly? I don't want to do that. I already steamed it. That's okay. That's okay. I'm very nervous, but I think as soon as I start dancing, the nervousness will all go away and I'll relax. To my teacher, I'm very grateful. I've been learning for at least 13-14 years, and so this stage is, she put in countless hours and time, and so I'm always very thankful and I love her so much, and she's like another mother to me. I've learned so many things from her. And to my family, Amma, Acha, Cheta and Arjun, my twin brother, you've always been there whenever things were tough and you always supported me no matter what, and so I hope everyone enjoys it and has a very nice time. I've had the privilege of witnessing Devika's Arangetram journey for about a whole year. I've seen how she's worked hard every single day by practicing all the jatis, swarams, and stories that Anandi auntie has given her to it. I remember recording videos for her so she could see how the performance is, and she told me where she needed to improve upon and where she thought it was perfect. Devika is not just a sister for me. She is more of a mother, in my opinion. If I ever need help, if I'm ever sick, she's the first person I go to. But when it came to her Arangetam, I don't think I've ever seen the kind of Devika that I saw then. She was focused. She would spend hours in front of her mirror simply practicing moving her eye from here to here, just so that on the stage it would be even better for the audience. If I want to talk about Devika, there are many things are involved. If I want to talk about it, because she is one of the branch in the tree, which is, we call it as a tree is Navarasa, which is we teach dance and percussion instrument. So the branches are growing bigger and bigger. ഈ മാസം ജൂലൈ 4-ാം തീയതി ഞങ്ങളുടെ മകൾ ദേവികയുടെ ഭരതനാട്യം അരങ്ങേറ്റമായിരുന്നു. ഗിരിദീപം കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചാണ് അരങ്ങേറ്റം നടന്നത്. ദേവിക കഴിഞ്ഞ 13 വർഷമായി ഗുരു ആനന്ദിയിൽ നിന്ന് ഭരതനാട്യം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിപാടി വളരെ ഭംഗിയായി നടന്നു എന്ന് വേണം പറയാൻ. ദ ഫീഡ്ബാക്ക് ഞങ്ങൾക്ക് കിട്ടിയത് വളരെ പോസിറ്റീവായിരുന്നു. മോളുടെ പെർഫോമൻസ്, സ്റ്റേജ് ഡെക്കോറ്, ആംബിയൻസ്, സൗണ്ട് എല്ലാം എക്സെപ്ഷണലായിരുന്നു. എൻ്റെ മൂത്ത മകൻ്റെ മൃദംഗ അരങ്ങേറ്റം നടത്തിയത് അന്ന് ഇവൻറ്റ് മാനേജ്മെൻറ്റ് ചെയ്തത് റെഡ് ക്യാരറ്റായിരുന്നു. അപ്പോൾ ഞങ്ങൾ റെഡ് ക്യാരറ്റിനെ തന്നെ റീച്ച് ഔട്ട് ചെയ്തു. കണ്ണൻ ചേട്ടനെയും വൈശാഖിനെയും നന്ദുവിനെയും ഞങ്ങൾക്ക് പേഴ്സണലി നന്നായിട്ട് അറിയാം. ഓരോ ഇവൻറ്റിനൊത്ത് തന്നെ അവർ ലൈറ്റ് ആൻഡ് സൗണ്ട് ടീം അതിന് ഉതകുന്ന രീതിയിൽ എങ്ങനെ വേണം ലൈറ്റിൻ്റെ ഷോക്കേസിങ്, അതുപോലെ സൗണ്ട് എഫക്ട്സ് സാർ ആൻഡ് ദ ക്രൂ ചെയ്യുമ്പം ടെന്നിസൺ സാറിൻ്റെ സൗണ്ട് ടീം ചെയ്തത് റിയലി എൻഹാൻസ് ചെയ്തു. കാരണം മോളുടെ ഓരോ സ്റ്റെപ്പും ടീച്ചർ പഠിപ്പിച്ചത്, അവളുടെ അപ്പിയറൻസ് ഓൺ ദ സ്റ്റേജ്, എവറിത്തിങ് വാസ് എൻഹാൻസ് ചെയ്തായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഗിരീഷ് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ അരങ്ങേറ്റം എന്ന് പറഞ്ഞ് എല്ലാവരെയും വിളിച്ചപ്പോൾ പല ആൾക്കാരും ഞങ്ങളോട് പറഞ്ഞത്
നിങ്ങളൊരു പ്രൊഫഷണലായിട്ട് തന്നെ അതിനെ പ്രസൻറ്റ് ചെയ്തു. മകളും മകളുടെ ഗുരുവും ചെയ്ത ഓരോ സ്റ്റെപ്സും ഓരോ ഐറ്റമും ഇറ്റ് വാസ് ലൈക്ക് വളരെ വളരെ നല്ലതെന്നാണ് അവർ ഞങ്ങളോട് പറഞ്ഞത്.